Hi students, good morning. In this class we are going to discuss about continuation of permutation and combination, exercise 7.4, 6th question. Determine the number of 5 cards combination out of a deck of 52 cards if there is exactly one ace in each combination. Once more, determine the number of 5 cards combination out of a deck of 52 cards if there is exactly one ace in each combination. അതായത് 1 ace എടുക്കണം അല്ലേ? അതായത് 1 ace card will be selected from 4 ace card അല്ലെ? 4 ace card ആണുള്ളത്. അതിനകത്തുനിന്ന് 1 ace card എടുക്കണം അല്ലെ? അതിന്റെ ബേസ് എന്ന് പറയാൻ 4C1 ആണ് അല്ലെ? 4C1 ആണ്. അപ്പൊ ടോട്ടൽ കാർഡ് എന്ന് പറയുന്നത് 52 ആണ്. ഈ 52 കാർഡ്സിനകത്ത് 4 കാർഡ്സ് എന്ന് പറയുന്ന ace ആണ്. അതിൽ നിന്ന് 1 കാർഡ് എടുക്കണം അല്ലെ? 1 കാർഡ് എടുക്കണം അല്ലെ? But determine the number of 5 cards combination out of a deck of 52 cards if there is exactly one ace in each combination. Okay. But 1 ace card will be selected from 4 ace card in 4C1 ways. Okay, next the remaining 4 cards will be selected from the remaining 48 cards. അല്ലേ? അപ്പൊ നമുക്ക് 1 കാർഡ് എവിടെ നിന്ന് എടുക്കുന്നത്? Yes, 4 ace ഉണ്ട്. അതിനകത്ത് 1 ace എടുക്കണം. അതിന്റെ ബേസ് ആണ് 4C1 എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോട്ടൽ 52 കാർഡ്സ് ആണ്. ഇനി നമുക്ക് ഏസ് വരാൻ പാടില്ല. അപ്പൊ 48 കാർഡിൽ നിന്ന് 4 ഏസ് മാറ്റണം. ഇനി എടുക്കേണ്ടത് എന്താണ്? നോൺ ഏസ് കാർഡാണ് അല്ലെ? അപ്പൊ 48 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് 48 കാർഡാണ്. ഇനി എടുക്കേണ്ട 4 കാർഡ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? യെസ്, നെക്സ്റ്റ് ബാക്കി എടുക്കേണ്ട 4 കാർഡ്സ് എന്ന് പറയുന്നത് 48 നിന്നാണ് അല്ലെ? The remaining 4 cards will be selected from the remaining 48 cards. That base 48 base ആണ്. Therefore, the fundamental principle of counting. Therefore, the fundamental principle of counting. Yes, 4C1 into 48C4 ആണ്. Sorry, yes, 48C4 ആണ്. Therefore, the fundamental principle of counting, the total number of ways is equal to 4C1 into 48C4. 4C1 is equal to 4 ആണ് അല്ലേ? ഇനി 48C4 ചെയ്യണം. 48C4 is equal to 194580 ആണ്. 194850. അപ്പൊ ഈ രണ്ട് നമ്പർ കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ട് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 778320 ആണ്. ഓക്കെ, ഇത്രയും ബേസ് ആണ്. ഇതൊക്കെ ബേസ് ആണ്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് is equal to 778320 ബേസ് ആണ്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ 1 ace card will be selected from 4 ace card in 4C1 ways. The remaining 4 cards will be selected from the remaining 48 cards in 48C4 ways. Therefore, the fundamental principle of counting, the total number of ways 4C1 into 48C4. ഈ 4C1 വെച്ചാൽ 4 ace ഉണ്ട്. അതിൽ നിന്ന് 1 ace എടുത്തു. ഇനി നമുക്ക് ഏസ് വേണം. ഇനി നോൺ ഏസ് കാർഡ് എടുത്താൽ മതി. അപ്പൊ ഈ നോൺ ഏസ് കാർഡ് ടോട്ടൽ എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ 48 എന്തെടുക്കണം? യെസ്, 48 4 കാർഡ് എടുക്കണം. 4C1 is equal to 4. 48C4 is equal to 194850. 50 ways multiply by 778320 ways ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ വായിക്കാം. ഇതിന് സമയം കളയുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ. യെസ്.
Next question: in how many ways can be selected a cricket team of 11 from 17 players in which only 5 players can bowl? If each cricket team 11 must include exactly 4 bowlers. അല്ലെ 4 bowlers ഉണ്ടാവണം. അപ്പൊ ടോട്ടല് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടോട്ടൽ ബൗളേഴ്സ് എന്ന് പറയുന്നത് 5 ബൗളേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ നിന്ന് എന്താ 4 ബൗളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. 5 ബൗളേഴ്സിൽ നിന്ന് 4 ബൗളേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യണം. അവർ പറയുന്നുണ്ട് എക്സാക്ട്ലി 4 ബൗളേഴ്സ് ഉണ്ടാവണം. ടോട്ടൽ 5 ബൗളേഴ്സ് ഉണ്ട്. ടോട്ടൽ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് 70 പ്ലേയേഴ്സ് ഉണ്ട്. ടോട്ടൽ 70 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 70 പ്ലേയേഴ്സിനകത്ത് 5 പ്ലേയേഴ്സ് എന്ന് പറയുന്ന ബൗളേഴ്സ് ആണ്. ഈ ബൗളേഴ്സിനകത്ത് നിന്ന് നമുക്ക് ടേക്ക് ചെയ്യേണ്ട നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബൗളേഴ്സിനെയാണ്. 5 ബൗളേഴ്സിൽ നിന്ന് 4 ബൗളേഴ്സിനെ ചൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 5C4 ബേസ് ആണ്. 5C4 ബേസ് ആണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ ക്രിക്കറ്റ് ടീമിനകത്ത് ടോട്ടൽ പ്ലേയേഴ്സ് 11 ആണ് അല്ലെ. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ബൗളേഴ്സിനെ എടുത്തു. 5 ബൗളേഴ്സിൽ നിന്ന് 4 ബൗളേഴ്സിനെ ചൂസ് ചെയ്തു. 5C4 ബേസ് ആണ്. ഇനി നമുക്ക് ബൗളേഴ്സ് വേണ്ട. ഇനി നമുക്ക് ബാറ്റ്സ്മാൻമാരെ മതി. ടോട്ടൽ 5 ബൗളേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ 17 പ്ലേയേഴ്സിൽ നിന്ന് 5 ബൗളേഴ്സിനെ മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള പ്ലേയേഴ്സിൽ നിന്നാണ് ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം 70 പ്ലേയേഴ്സിൽ നിന്ന് 5 പ്ലേയേഴ്സ് മാറ്റി. കാര്യം ബൗളേഴ്സിന് വേണ്ട. ബൗളേഴ്സിനെ എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബൗളേഴ്സ് വേണ്ട. നമുക്കിനി വേണ്ട ആരാണ്? ബാറ്റ്സ്മാൻമാരെയാണ്. അപ്പൊ 17 പ്ലേയേഴ്സിൽ നിന്നും 5 പ്ലേയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റി നിർത്തി അല്ലേ. ബാക്കി എന്ന് പറയുന്ന എത്ര പ്ലേയേഴ്സ് ഉണ്ട്? യെസ്, അതായത് 12 പ്ലേയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 12 പ്ലേയേഴ്സിനകത്ത് നിന്ന് നമ്മൾ 4 പ്ലേയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തു. ഇനി എത്ര പേര് ചൂസ് ചെയ്യണം? ടോട്ടൽ 11 പ്ലേയേഴ്സ് ആണ്. 4 പ്ലേയേഴ്സിനെ എടുത്തു. ബാക്കി 7 പ്ലേയേഴ്സിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. എവിടുന്നാണ്? 12C7 ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ബൈ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് the total number of selection is equal to 5 bowlers ഉണ്ട്. അതിൽ നിന്ന് 4 ബൗളേഴ്സിനെ ചൂസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണ്ട? ബൗളേഴ്സ് വേണ്ട. ഇനി നമുക്ക് ബാറ്റ്സ്മാൻമാര് മതി. ഈ ബൗളേഴ്സ് ഇനി നമുക്ക് വേണ്ട. ബൗളേഴ്സിനെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്റ്സ്മാൻമാരെ എടുക്കണം. ടോട്ടൽ 17 പ്ലേയേഴ്സ് ആണ്. അതിനകത്ത് 5 പ്ലേയേഴ്സ് എന്ന് പറയുന്ന ബൗളേഴ്സ് ആണ്. അപ്പൊ അവരെ മാറ്റി. ബാക്കി 12 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 12 നിന്ന് ആരെ ചൂസ് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരെ. ഈ 12 പ്ലേയേഴ്സ് ബാറ്റ്സ്മാൻമാര് 4 ബൗളേഴ്സിനെ എടുത്തു. ഇനി നമുക്ക് എത്ര പേര് ഇടണം? യെസ്, ടോട്ടൽ 11 പ്ലേയേഴ്സ് ആണ്. 7 പ്ലേയേഴ്സിനെ ഇടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5C4. 5C4 എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. 5C4 NCR is equal to NCN minus R അല്ലെ. അപ്പൊ 5C4 is equal to 5C5 minus 4. That is equal to 5C1. That is equal to 5 അല്ലേ. ഓക്കെ, അതായത് NCR is equal to NCN minus R ആണ്. അപ്പൊ 5C4 is equal to അതിനെ 5C5 minus 4. 5 minus 4 1 ആണ്. 5C1 ആണ്. That is equal to 5. ഓക്കെ, അതുപോലെ 5C4 is equal to 5C1. 5C1 1 ആണ് അല്ലെ. 5C1 5 ആണ്. ഇനി 12C4 ചെയ്യണം. നിങ്ങളെ 12C4 ചെയ്യാൻ ഇതുപോലെ 12 into 11 into അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 792 കിട്ടും. 792. ഇനി 792 into 5 ചെയ്യണം. 792 into 5 is equal to 3960 ആണ്. 3960 ആണ്. 3960 ആണ്. ഇത്രയും ടോട്ടൽ ബേസ് എന്ന് പറയുന്നത് 3960 ആണ്. 3960 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ once more. In how many ways can one select a cricket team of 11 from 17 players in which only 5 players can bowl? If each cricket team of 11 must include exactly 4 bowlers. The 4 bowlers can be selected from 5 bowlers in 5C4 ways.
The remaining 7 pairs from top pairs into C7 pairs ആണ്. By the fundamental principle of counting, the number of selection is equal to 5C4. 5 bowlers in the 4 bowlers choose ചെയ്തു. Into dot C4 ആണ് അല്ലേ? 5C4 is equal to 5. For C7 is equal to 792. That is equal to 3960 ആണ് answer. 3960. Okay, understand. Hey, next question. Next question. A bag contains, okay, listen. A bag contains 5 black and 6 red balls. 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected from lot. Simple ആണൊന്നുമില്ല. അതായത് 6 റെഡ് ബോൾ ഉണ്ട്, 2 ബ്ലാക്ക് ബോൾ ചൂസ് ചെയ്യണം. അതിന്റെ ബേസ് എത്ര? 6C2. ഇനി 6 റെഡ് ബോൾ ഉണ്ട്, 2 അല്ല 3 റെഡ് ബോൾ ചൂസ് ചെയ്യണം, സെലക്ട് ചെയ്യണം. എന്താ ബേസ്? 6C3 ആണ്. ഓക്കെ ഓക്കെ. Question one more. A bag contains 5 black and 6 red ball. Determine the number of ways in which 2 black and 3 red ball can be chosen from lot. But 2 black ball can be selected out of 5 black ball. Like 2 black ball selected from out of 6 red ball അല്ലേ, out of 5 black ball അല്ലേ, 5 black ball, that is equal to 5C2 ആണ് അല്ലേ. 5C2 is equal to അറിയാലോ, 5 into 4 divided by 1 into 2. That is equal to, answer is okay, cut ചെയ്യാലോ, cut ചെയ്യാൻ 2, that is equal to 10 ways. 10 ways. 2 black balls selected out of 5 black ball അല്ലേ, that is equal to 5C2 ways ആണ്. Next, similarly എത്ര പോണ? 3 red ball അല്ലേ, 3 red ball can be selected out of എത്ര red ball ഉണ്ട് ടോട്ടൽ? 6 red ball ഉണ്ട് അല്ലേ, out of 6 red ball, that is equal to 6C3. That is 6 into 5 into 4 divided by 1 into 2 into 3 അല്ലേ. 3 6 ഓട് കട്ട് ചെയ്യാം 2, 2 4 ഓട് കട്ട് ചെയ്യാം 2 വരും അല്ലേ. അപ്പൊ 2 into 4, 4 into 5, 20 ways ആണ്. 20 ways. Okay. അപ്പൊ the total number of, by the fundamental principle of counting, the total number of ways is equal to വരും. Yes. Therefore, the number of ways in which 2 black ball and 3 red ball can be selected 5C2 into 6C3 ways അല്ലേ. അപ്പം the total number of ways is equal to 20 into 10 ways, that is equal to 200 ways. By the FPC, total number of ways is equal to 10 into 20 ways, that is equal to 200 ways. Question one more. A bag contains 5 black and 6 red ball. Determine the number of ways in which 2 black and 3 red ball can be selected from lot. But 2 black ball can be selected out of 5 black ball in 5C2 ways. That is equal to 5 into 4 divided by 1 into 2.
that is equal to 10 ways. Similarly, 3 red ball can be selected out of 6 red ball, that is equal to 63 ways. That is equal to 6 into 5 into 4 divided by 1 into 2 into 3, that is equal to 20 ways. Total number of ways is equal to 20 into 10, that is equal to 200 ways. Okay, that is equal to 200 ways. Okay, ഈ എക്സസൈസിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. In how many ways? In how many ways? In how many ways? Listen. In how many ways can student choose a program of 5 courses? 9 courses are available and 2 specific courses are compulsory for every students. എല്ലാ സ്റ്റുഡൻസും എത്ര കോഴ്സ് എടുക്കണം? Yes, 2 കോഴ്സ് എടുക്കണം അല്ലേ? കമ്പൽസറി ആണ്. Since 2 courses are compulsory ആണ് അല്ലേ? The students are selected. Total course എത്ര? 5 course അല്ലേ? Total 5 course ആണ്. In how many ways can the students choose the program? 5 courses ആണ്. 9 courses are available and 2 specific courses are compulsory for every students. അപ്പോൾ എന്താ ചെയ്യുക? Since 2 courses are compulsory അല്ലേ? The students are selected 3 courses from 7 courses. അതായത് ടോട്ടൽ 9 courses ആണ്. 2 courses compulsory ആണ്. ടോട്ടൽ 5 courses ചെയ്യണം. 2 courses compulsory ആണ്. 2 courses compulsory ആണ്. അപ്പം നമുക്ക് എന്താണ് 5 കോഴ്സസിനകത്ത് പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട 3 കോഴ്സസ് ഉള്ളൂ അല്ലെ? 9 കോഴ്സസിനകത്ത് 2 കോഴ്സ് കമ്പൽസറി ആണ്. ബാലൻസ് 7 കോഴ്സസ് ഉണ്ട്. ഈ 7 കോഴ്സസിനകത്ത് നിന്ന് നമ്മൾ എത്ര കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്? 3 കോഴ്സാണ്. 2 കോഴ്സ് കമ്പൽസറി ആണ്. 9-നകത്തും 5-നകത്തും 2 കോഴ്സ് എല്ലാവരും ചെയ്തേ പറ്റുള്ളൂ. ബാക്കിയുള്ള കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ 7-ന്ന് 2 കോഴ്സ് കമ്പൽസറി മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 7 കോഴ്സസ് ആണുള്ളത് അല്ലെ? ഈ 7 കോഴ്സസിനകത്ത് നമ്മൾ എത്ര കോഴ്സസ് ചൂസ് ചെയ്യണം? Yes, 3 കോഴ്സസ് ചൂസ് ചെയ്യണം അല്ലെ? 3 കോഴ്സസ് ഫ്രം 7 കോഴ്സ് that it can be done in 7C3 ways ആണ്. 2 കോഴ്സ് കമ്പൽസറി, അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 3 കോഴ്സസ് അല്ലെ? 3 കോഴ്സസ് ഫ്രം 7 കോഴ്സസ്, അതായത് the students has to select 3 courses from 7 courses അല്ലെ? And it can be done 7C3 ways ആണ്. 7C3 ways. അപ്പൊ 7C3 ways ഫിസിക്കൽ എന്താണ്? 7 into 6 into 5 divided by 1 into 2 into 3. That is equal to 35 ways ആണ്. 35 ways ആണ്. Once more, if how many ways can students choose the program of 5 courses? If 9 courses are available and 2 specific courses are compulsory for every student. Since 2 courses are compulsory ആണ് അല്ലേ? If the students has to be 3 courses from 7 courses അല്ലേ? അതായത് the students has to be select 3 courses from എന്താണ്? 7 courses. 7 courses ന്ന് 3 courses മാത്രം എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. And it can be done 7C3 ways ആണ്. That is equal to 35 ways. Okay. അപ്പം എക്സസൈസ് പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ്? മിസ്സലേനിയസ് എക്സസൈസ് ആണ്. ഓക്കെ ബൈ. സീ യു.